പൂർണ്ണമായും ജൈവികമായ മറുപടി എം വി ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. കുറെ കൂടിയൊക്കെ സത്യസന്ധമാകാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ മറുപടികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തെറ്റങ്ങോട്ട് ഏറ്റുപറയാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം വെള്ളാപ്പള്ളിയുടെ കാര്യം തന്നെ എടുത്തോ. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ എം വി ഗോവിന്ദൻ്റെ ആദ്യ മറുപടി എന്താണെന്നറിയോ? മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ ശക്തമായി പ്രതിരോധിച്ചില്ലെന്ന പൊതുബോധമുണ്ടായി. ശ്രദ്ധിക്കണം, പൊതുബോധമുണ്ടായി. ഈ സംശയം ദൂരീകരിക്കുന്ന ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ചയുണ്ടായി. ഇതാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ, ഈ വിഷയത്തിലെ വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ എന്താണ്? നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഈ സർക്കാരിൻ്റേത് വെള്ളാപ്പള്ളി നടേശൻ. വേറെ എവിടെയൊക്കെ ചേർത്ത് നിർത്തിയാലും അത് നമ്മൾ മറക്കാൻ പാടില്ല. അത്രയും ചേർത്ത് നിർത്തിയാൽ സകല വർഗീയതയും പറഞ്ഞപ്പോഴേക്കും അയാളെ കുമാരനാശാൻ്റെ പിൻഗാമി വരെയാക്കിയ ആളുകളാണ് ഈ പാർട്ടിക്കാർ എന്നുള്ളത്. അവിടെ ഞങ്ങൾക്ക് തെറ്റുപറ്റി. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയതയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറയലായിരുന്നു കുറെ കൂടി സത്യസന്ധത. അതുപോലും ഇന്നുണ്ടായിട്ടില്ല. ഇനി പതിവ് തോൽവിക്ക് കാരണങ്ങൾ പറയുന്ന എല്ലാ ചേരുവകളും ഇന്നുണ്ടായി. ഞാൻ നോക്കിയിരുന്നു, ഇന്നും ഏതെങ്കിലും സംഘടനകളെ ചേർത്ത് പിടിക്കുമെന്ന്. ഇന്നുമുണ്ട് ജമാഅത്തെ ഇസ്ലാമി. SIR ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കി. ലീഗ് ജമാഅത്തെ ഇസ്ലാമി പ്രചരണ വേല അത് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് അകറ്റി എന്നതടക്കമുള്ള എവിടെയെങ്കിലും ഒക്കെ ചാരാനുള്ള അതുമുണ്ട്. 30 ഇടങ്ങളിൽ ഏറ്റവും വലിയ തമാശ തോന്നി എന്നതറിയോ? സർക്കാരിന്റെ നേട്ടങ്ങൾ, ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാര്യമായി സാധിച്ചില്ല. എല്ലാ സംവിധാനങ്ങളും വെച്ച് മാധ്യമങ്ങളിൽ മണിക്കൂറുകളോളം നടത്തി ലോകത്ത് മുഴുവൻ ഈ ബോർഡുകളൊക്കെ വെച്ച് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇനി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സത്യസന്ധമായി സമീപിക്കാൻ ഇപ്പോഴും നേതൃത്വം തയ്യാറല്ല. പിന്നെ അജിംസ് പറഞ്ഞാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ കാര്യവും പറഞ്ഞിട്ട് ഇതുപോലത്തെ ന്യായീകരണ സിദ്ധാന്തമായിട്ട് ഇനി താഴെത്തട്ടിലേക്ക് ചെല്ലാൻ കഴിയില്ല. അവിടുന്ന് ഇതിലും വലുത് തിരിച്ച് നേതാക്കൾക്ക് കിട്ടും. അതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ വാക്കുകളിലൂടെ ഞങ്ങൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. തെറ്റുപറ്റിയത് ആർക്കാണ് എന്ന് പറയണം. പിണറായി വിജയന് തെറ്റുപറ്റി എന്ന താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനങ്ങളെ എന്തുകൊണ്ട് ഈ പാർട്ടി മാറ്റിവെച്ചു? എം വി ഗോവിന്ദൻ്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഒഴിവാക്കിയത്? സംസ്ഥാന കമ്മിറ്റി ഒരു ചർച്ച നടത്തിയിട്ട് ഒഴിവാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എം വി ഗോവിന്ദനും പിണറായിയും ഒക്കെ ഇരിക്കുന്ന അതേ സെക്രട്ടേറിയറ്റ് തന്നെ ഇത് ഒഴിവാക്കിയിട്ട് എന്ത് തിരുത്തൽ പ്രക്രിയയാണ് നടത്താൻ പോകുന്നത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പറയുന്ന കുറേ സംഘടനാ പോരായ്മകളുണ്ട്. പയ്യന്നൂർ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയുള്ള വിശകലനങ്ങൾ നടത്തിക്കൊണ്ട് രക്ഷപ്പെടാനാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനത്തെ ജനം എടുത്ത് തോട്ടിലെറിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സമ്മതിക്കുകയും തിരിച്ച് ഞങ്ങൾ പോകും, മതേതരത്വത്തിലേക്ക് തിരിച്ചു പോകും, മതനിരപേക്ഷതയാണ് ഈ പാർട്ടിയുടെ എല്ലാ കാലത്തെയും നയം, അതിനാൽ ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ തിരുത്തി വോട്ടർമാരെ സമീപിക്കുമെന്ന് പറയാനുള്ള ആർജവമാണായിരുന്നു എം വി ഗോവിന്ദൻ. അത് സംഭവിക്കില്ല എന്നുള്ളതിന്റെ 100% കാര്യമാണ് ഈ പറഞ്ഞ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള നിലപാട്.